ഹായ് ഫ്രണ്ട്സ്, രഞ്ജിയാണ്. വെൽക്കം ടു രഞ്ജീസ് ക്യാഷൽ ടോക്ക്, എ ടോക്ക് റിലേറ്റ് ടു ക്യാഷ്. ഇന്ന് ഡിസംബർ 1 ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു മന്താണ്. നമ്മൾ ഇയർ കഴിയാണ്. ഇപ്പോൾ ലൈഫിൽ പല സമയത്ത് പല ഡിസിഷൻസ് നമ്മൾ ഓരോ മാസം മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത മാസം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ കലണ്ടർ മറിക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത മാസം ഉണ്ടാവില്ല, അടുത്ത വർഷമാണ്. ലൈഫും അങ്ങനെയാണ്. ചില ഘട്ടങ്ങളിൽ നമ്മൾ പുസ്തകം മറിക്കുന്ന സമയത്ത് ചില ഘട്ടങ്ങളിൽ പുസ്തകത്തിൻ്റെ പേജല്ല, പുസ്തകം തന്നെ മാറ്റേണ്ടി വരും. ആ ഒരു സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഡിലേ ചെയ്ത് ആൾക്കാരുണ്ടാവും, പിന്നെ ആവട്ടെ എന്നുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നിങ്ങളൊരു ഗോൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ വാട്ടവർ ദ എമൗണ്ട് മുന്നിലോട്ട് ഇറങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡിലേ ചെയ്യുന്നത് നിങ്ങളുടെ കുട്ടികളുടെ ഡ്രീം ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഫണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ഡിലേ ചെയ്യാം. പക്ഷെ അതിന് നിങ്ങളല്ലാണ്ട് മറ്റൊരാളില്ല ആ ഒരു ഡിസിഷനിലേക്ക് എത്താൻ വേണ്ടി. വാട്ടവർ ദ എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വീക്കിൽ ഇത് പറയാൻ കാരണം, നമ്മൾ ഈ ഒരു എമൗണ്ട് ഈ മന്തിലെ ഫസ്റ്റ് വീക്കിലായിരിക്കും നമുക്കൊരു എമൗണ്ട് ക്രെഡിറ്റ് ആകുക. ആ സമയത്ത് മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ചൂസ് ചെയ്യാൻ പറ്റൂ. സാധാരണ വലിയൊരു പെർസെൻറ്റേജ് ആൾക്കാർക്ക് അത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെൻസിൻ്റെ ട്രാപ്പിലേക്ക് വരും, നമ്മൾ പിന്നെ അത് വീണ്ടും മാറ്റും. അങ്ങനെയായിരുന്നു നിങ്ങൾ കഴിഞ്ഞ ജാനുവരി മുതൽ നവംബർ വരെ ചെയ്തത്. അപ്പോൾ ഈ മാസം നിങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ് എമറാൾഡ്. ഈ ഫോർ എഡ്യൂക്കേഷൻ. ഈ മാസം ഈ ഒരു വീക്കിൽ നമ്മൾ ലാസ്റ്റ് മന്തിലെ ഫസ്റ്റ് വീക്കിൽ നമ്മൾ പാരൻസ് വീക്കായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അർമാൻ കൺസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീക്കാണ് ആസ് എ പേഴ്സൺ എനിക്കും. അതുകൊണ്ടാണ് പാരൻസ് വീക്ക്. അപ്പോൾ നമ്മൾ പാരൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കുട്ടികളുടെ എഡ്യൂക്കേഷനാണ്. എമറാൾഡിൽ ഫോർ എഡ്യൂക്കേഷൻ. അതിന് വേണ്ടി കുറേ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ പ്ലാനിങ് റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. അത് നമ്മളൊരു ഓഫറായിട്ട് നിങ്ങൾക്ക് കരുതാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങളാണ്. സപ്പോസ് നമ്മളൊരു എഡ്യൂക്കേഷൻ ഫണ്ട് നമ്മൾ ഇതുപോലെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു അവസ്ഥ എന്താ വരിക, നമ്മൾ ലോൺ എടുക്കുക ചെയ്യുക. അപ്പോൾ നിങ്ങൾ 2 ടൈപ്പ് പാരൻറ്റിലേക്കായിട്ട് നമ്മൾ ചൂസ് ചെയ്യണം ഏത് ടൈപ്പ് പാരൻ്റ് ആവണം എന്നുള്ളത്. പ്രോഫിറ്റ് മേക്കിംഗ് പാരൻറ്റ് ഓർ എ പെനാൽറ്റി മേക്കിംഗ് പാരൻറ്റ്. അത് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള പാരൻ്റ് ആവണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് ആണിത്. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നിങ്ങൾ എഡ്യൂക്കേഷൻ പ്ലാനുമായിട്ട് റിലേറ്റഡ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ആർ ജസ്റ്റ് കോൾ അവേ ഫ്രം യു. താങ്ക് യു സോ മച്ച്.